നാരായണായ നളിനായതലോചനായ നാമാവശേഷിതമഹാബലിവൈഭവായ നാനാചരാചരവിധായ ഗജന്മദേശ നാഭീപുടായ പുരുഷായ നമഃ പരസ്മൈ. കസ്തൂരിതിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം ചകലയൻ കണ്ഠേയമുക്താവലിം ഗോപസ്ത്രീപരിവേഷ്ടിതോ വിജയതേ ഗോപാലചൂടാമണിം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് കൃഷ്ണമാർഗം ശ്രേഷ്ഠം എന്നുള്ളതായിരിക്കുന്ന ഈ ചാനലിലൂടെ രസകരമായിരിക്കുന്ന ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, പലർക്കും പലപ്പോഴും എനിക്ക് തന്നെയും സംശയമുള്ളതായിരിക്കുന്ന ഒരു കാര്യം, നമുക്ക് അദൃശ്യമായിരിക്കുന്ന ശക്തികളുണ്ടോ? അതും വിപരീത ശക്തികൾ, നെഗറ്റീവ് എനർജി എന്നാണ് പറയുക. ആ നെഗറ്റീവ് എനർജിയെയാണ് നേരെ ഭൂതങ്ങൾ, പിശാചുക്കൾ, പ്രേതങ്ങൾ എന്നെല്ലാം പറയാം. അതിൽ പ്രേതം എന്ന് പറയുന്നതായിരിക്കുന്ന വസ്തുവിനെയാണ് പ്രേതബാധ എന്ന് പറയാം. പ്രേതങ്ങൾ ബാധിക്കുന്നതാണ് പ്രേതബാധ. അപ്പോൾ ഈ പ്രേതബാധ എന്നുള്ളത് യാഥാർത്ഥ്യമാണോ അതോ ഒരു തെറ്റിദ്ധാരണയാണോ എന്നുള്ളത് ഇന്നും ചിന്താവിഷയമാണ്. ആർക്കും വ്യക്തമായിട്ട് തെളിയിക്കാനും സാധിച്ചില്ല. എങ്കിലും അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ചില സ്വന്തം അനുഭവങ്ങളെ പങ്കുവയ്ക്കാനാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. അതിന് നേരെ സയൻറ്റിഫിക് പ്രൂഫൊന്നുമില്ല, സയൻറ്റിഫിക്കായിരിക്കുന്ന തെളിവുകളില്ല എന്നാണ് പറയാം. അതിന് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് എന്നാണ് പറയാം. സയൻറ്റിഫിക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, അതിൽ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് എന്നാണ് വൈദ്യശാസ്ത്ര ഭാഷ പറയുന്നത്. അപ്പോൾ എന്താണ് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയാൻ കാരണം, ചില സ്ഥലത്ത് പോകുമ്പോഴുള്ളതായിരിക്കുന്ന അനുഭവങ്ങളാണ് ഈ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഈ പ്രേതങ്ങളും രക്ഷസുകളും അതേപോലെ ദേവതാകോപങ്ങളും സർപ്പകോപങ്ങളും എല്ലാം ധാരാളം വരുന്ന സമയത്താണ് അതിനെ ആവാഹിച്ച് നേരെ അതിന് പ്രേതങ്ങൾക്ക് സായുജ്യം പൂജ കൊടുത്ത് സായുജ്യമുക്തി കൊടുക്കുക, സർപ്പങ്ങളെ ആവാഹിച്ചിരുത്തുക, രക്ഷസുകളെ ആവാഹിച്ച് ഒരു സ്ഥലത്ത് ഇരുത്തുക, അങ്ങനെയെല്ലാം ചെയ്യുന്ന സമയത്ത് ജ്യോതിഷകാരികൾ പറയും നേരെ ഭാഗവതം വായിച്ച് കേൾപ്പിക്കണം എന്നൊരു വിധിയുണ്ട്. പലപ്പോഴും വളരെ ചുരുങ്ങിയ രൂപത്തിൽ നടത്തുമ്പോൾ പൂജക്കാർ തന്നെ പൂജ ചെയ്യുന്നതായിരിക്കുന്ന അവർ തന്നെ ഭാഗവതത്തിലെ 12-ാം അധ്യായം ഭാഗവത സംഗ്രഹം വായിച്ച് ആ ചടങ്ങ് നിർവഹിക്കും. പക്ഷെ പ്രേതങ്ങളുടെ എണ്ണം കൂടുതലാണ്, പ്രേതങ്ങളുടെ ഭാവം കൂടുതലാണ്, ബാധകളും രക്ഷസുകളൊക്കെ കൂടുതലാണ്. അവർ പെട്ടെന്ന് ശാന്തരാകില്ല എന്ന് കണ്ടാൽ ഭാഗവതം സപ്താഹമായിട്ട് തന്നെ വായിക്കണം, സപ്താഹമായിട്ട് കേൾപ്പിക്കണം എന്ന് നേരെ ജ്യോതിഷശാസ്ത്രം പറയുന്നു. അപ്പോൾ ആ സമയത്താണ്, അങ്ങനെ പോകുന്ന സമയത്തുണ്ടായിരിക്കുന്ന 1-2 അനുഭവങ്ങളാണ് ഈ സമയത്ത് നേരെ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ പോകേണ്ടി വന്ന സന്ദർഭങ്ങളിൽ ഈ തരത്തിലുള്ളതായിരിക്കുന്ന പ്രേതബാധകൾ, ആ പ്രേതബാധകളെ നേരെ മുഖ്യനായിരിക്കുന്ന കാർമ്മികൻ, അപ്പോൾ കാർമ്മികൻ അതായത് പൂജാകാര്യങ്ങളിൽ ഉത്തമനായിരിക്കുന്ന കാർമ്മികനാണ് ആവാഹിക്കുക. അപ്പോൾ ജ്യോതിഷക്കാരൻ കബഡി നിരത്തിയിട്ട് അത് വന്നോ ഇല്ലയോ എന്ന് പറയും. ചിലർ പെട്ടെന്ന് വരും, ചില ബാധകൾ പെട്ടെന്ന് വരില്ല, കുറച്ച് പ്രശ്നമുണ്ടാക്കി വരും, അങ്ങനെയാണ് കണക്ക്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ആവാഹന സ്ഥലത്തിൻ്റെ സമീപത്ത് തന്നെ ഭാഗവത സപ്താഹത്തിൻ്റെ ഉള്ളതായിരിക്കുന്ന വേദി ഉണ്ടാവും. ആവാഹനം കഴിഞ്ഞ് ഈ പ്രേതങ്ങളെല്ലാം തന്നെ നേരെ തകിടിലാക്കും, അവരെയൊക്കെ തന്നെ പ്രതിമകളിലാക്കും. സ്ത്രീകളെ സ്ത്രീ പ്രതിമ, പുരുഷന്മാരെ പുരുഷ പ്രതിമ,
സ്ത്രീയാണോ പുരുഷനാണോ തിരിച്ചറിയാൻ സാധിക്കാത്തവരെ അശേഷ പ്രതിമ അവരെ ആവാഹിച്ച് കൊണ്ടുവന്ന് കുളിപ്പിച്ച് അവർക്ക് നിവേദ്യ ആഹാരം കൊടുത്ത് നേരെ സപ്താഹവേദിയുടെ സമീപത്ത് കൊണ്ടുപോയി വരും. ഭാഗവത സപ്താഹം മുഴുവനായിട്ട് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഈ ലോക ജീവിതത്തോടുള്ളതായിരിക്കുന്ന ഇന്ദ്രിയപരമായിരിക്കുന്ന ഇഹലോകവാസത്തോടുള്ളതായിരിക്കുന്ന വിരക്തി വരും. പിന്നെ ഞങ്ങൾക്ക് വിഷ്ണുവിൻ്റെ അടുത്ത് പോയാൽ മതി, വിഷ്ണുപദത്തിൽ എത്തണം എന്നുള്ളതായിരിക്കുന്ന വിചാരം വരും. അപ്പം അങ്ങനെ വരുത്തുന്നതിന് വേണ്ടി പ്രേതങ്ങൾക്ക് ഈ ലോകത്തോട് വിരക്തി വന്ന് അവർ ഈ ലോകം വിട്ടു പോകാനായിട്ട്, ബാധകളെല്ലാം വിട്ടു പോകാനായിട്ട് തീരുമാനിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ഭാഗവത സപ്താഹത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. സപ്താഹം കഴിഞ്ഞ് നേരെ അവർക്ക് വിഷ്ണു സഹസ്രനാമത്തോടു കൂടിയിട്ട് സായുജ്യ പൂജ അവരെ നേരെ വൈകുണ്ഠപദത്തിലേക്ക് ആനയിക്കുന്നതാണ് അതിൻ്റെ സായുജ്യ പൂജയുടെ അവസാന ഭാഗത്തിൽ ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെ ആ സമയത്താണ് ഇങ്ങനെയുള്ള ബാധകളുണ്ടോ എന്നുള്ളതായിരിക്കുന്ന സംശയങ്ങൾ പലരും ഉന്നയിക്കാറുണ്ട്. പക്ഷെ ബാധ വരുമ്പോൾ ആ പ്രേതബാധകൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവനതിൻ്റെ സാന്നിധ്യം വിളിച്ചറിയിക്കും എന്നുള്ളതാണ് പറയുക. അപ്പോൾ അങ്ങനെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്നതായിരിക്കുന്ന സന്ദർഭങ്ങൾ, ബോധ്യപ്പെട്ടതായിരിക്കുന്ന അനുഭവങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. അതാണ് ഞാൻ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആണ്, സയൻറ്റിഫിക്കായിട്ട് തെളിയിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരിക്കൽ ചെങ്ങന്നൂരിലെ ഒരു പഴയ തറവാട്ടിൽ ഇതേപോലെ നിരവധി പേര് വിദേശത്തായിരുന്നു. വിദേശത്ത് വിമാനാപകടത്തിൽ മരിച്ചവരുണ്ട്, വാഹനാപകടത്തിൽ മരിച്ചവരുണ്ട്. അവരുടെ ശവമൊന്നും ശരിക്കും നേരെ ദഹിപ്പിക്കാൻ സാധിച്ചില്ല, ശവശരീരങ്ങൾ കിട്ടിയില്ല. അതിൽ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ഇപ്പോൾ ആളുകൾക്കറിയില്ല, പൂർവികമായിട്ട് കുറേ നാൾക്ക് മുമ്പ് നടന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ദുരിതങ്ങൾ ആ കുടുംബാംഗങ്ങൾ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നേരെ ഇവരെ മുഴുവൻ തന്നെ ആവാഹിച്ച് നേരെ അവർക്ക് സായുജ്യമുക്തി കൊടുക്കണം എന്ന് പ്രശ്നവശാൽ കണ്ടപ്പോൾ അതിന് ഭാഗവതം സപ്താഹമായിട്ട് തന്നെ വായിക്കണം എന്ന് തീരുമാനവും വന്നു. അങ്ങനെയാണ് ചെങ്ങന്നൂരിലെ ആ ഗൃഹത്തിലേക്ക് ഞാൻ സപ്താഹത്തിനായിട്ട് അവിടെ പോയത്. അപ്പോൾ അന്ന് തന്ത്രവിദ്യാപീഠത്തിലൊക്കെ തന്നെ സജീവമായിട്ടുണ്ടായിരിക്കുന്ന പൂജാരിമാരായിരുന്നു അവിടെ പൂജയ്ക്കായിട്ട് ഇരുത്തത്. ഗോവിന്ദൻ്റെ നേതൃത്വത്തിൽ പൂജാരിയായിരിക്കുന്ന ഗോവിന്ദൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള പൂജക്കാരാണ്, തന്ത്രവിദ്യാപീഠത്തിൽ നിന്ന് വന്നവരാണ്. അവരാണ് നേരെ താന്ത്രികന്മാരായിട്ട് പൂജാവിധികളായിട്ട് വന്നത്. അപ്പോൾ ആവാഹനം രാത്രിയിലായിരിക്കും. അപ്പോൾ രാത്രിയിൽ ആവാഹനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ആവാഹന സ്ഥലത്തിൻ്റെ മറുഭാഗത്തായിട്ട് ഞാൻ ഒരു കട്ടിലിൽ ഇങ്ങനെ കിടക്കണം. അപ്പോൾ രാത്രിയായി, അർദ്ധരാത്രിയായി. അപ്പോൾ എത്ര ആവാഹിച്ചിട്ടും നേരെ ഒരു സ്ത്രീ പ്രേതം വരുന്നില്ല. അപ്പോൾ ആ സ്ത്രീ പ്രേതം വരാത്തത് കൊണ്ട് വളരെയധികം തന്നെ ബുദ്ധിമുട്ടിയിട്ട് അവർ വീണ്ടും വീണ്ടും വഴിപാടുകളും അതേപോലെ ഓരോ തരത്തിലുള്ളതായിരിക്കുന്ന പ്രാർത്ഥനകളും എല്ലാവരും നേരെ പ്രാർത്ഥിച്ച് നേരെ ഒഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച് കൂട്ടപ്രാർത്ഥന നടത്തി ആണ് ആവാഹിക്കുന്നത്. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ കിടക്കുന്നതായിരിക്കുന്ന കട്ടിൽ അതിശക്തിയായിട്ട് ആരോ കുലുക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. വളരെ ശക്തിയായിട്ടിട്ട് കുലുക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിക്കുന്നു. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഞാൻ ഉണർന്നു നോക്കുമ്പോൾ ഏതോ സ്ത്രീകൾ വർത്തമാനം പറയുന്ന ശബ്ദം. അത് പുറത്താരോ വർത്തമാനം പറഞ്ഞതാണ്, സാധാരണ സ്ത്രീകളാണ്, അടുക്കളയിൽ എന്തോ എടുക്കാൻ വന്നതാണ്. അപ്പോൾ ആ സമയത്താണ് നേരെ വന്നു എന്നുള്ള ഭാഷ നേരെ ആവാഹനത്തിൻ്റെ ഭാഗത്ത് നിന്ന് കേട്ടത്. അപ്പോൾ അത് വരുന്ന വഴിയിൽ നേരെ കണ്ടതായിരിക്കുന്ന ഒരു തടസ്സം, ഇവർക്ക് വിരക്തി വന്ന് ഇവരെ നേരെ വൈകുണ്ഠത്തിലേക്ക് അയക്കാനുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ഒരു ഉപകരണം എന്ന നിലയ്ക്കാണല്ലോ ഞാനവിടെ കിടക്കുന്നത്. അതുകൊണ്ട് അത് പതുക്കെ എന്നെ ഒന്ന് കുലുക്കി ഭയപ്പെടുത്തിയിട്ടാണ് കിടന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ഞാനത് പിറ്റേ ദിവസം പറയുകയും ചെയ്തു. പിന്നീട് നേരെ ആവാഹിക്കപ്പെട്ടതായിരിക്കുന്ന പ്രതിമകളെ അരിയിലിങ്ങനെ കുത്തി വെച്ചിട്ട് അവർക്ക് നിവേദ്യം കൊടുക്കുമ്പോൾ പെട്ടെന്ന് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ബ്രാഹ്മണൻ്റെ കയ്യിൽ നിന്ന് പായസപാത്രം നേരെ ഒന്നും ഉണ്ടായില്ല, നേരെ കീഴ്മേലെ തട്ടി അങ്ങോട്ട് മറിഞ്ഞുപോയി. പിന്നെ രണ്ടാമത് പോയിട്ട് പായസമൊക്കെ കുളിച്ച് ശുദ്ധമായിട്ട് കൊണ്ടുവരേണ്ടതായിട്ട് വന്നു. അപ്പോൾ നേരെ അതിൽ തൃപ്തരല്ലാത്ത ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നേരെ 3, 4 നാലാം ദിവസം കഴിഞ്ഞ് നരസിംഹാവതാരം കഴിഞ്ഞ് കൃഷ്ണാവതാരം കഴിഞ്ഞപ്പോൾ
പിന്നീട് ശാന്തമായിട്ട് തീർന്നു. കാറ്റും കോളും മഴയും ഒന്നുമില്ല. ശാന്തമായിട്ട് നടന്ന് 7-ാം ദിവസം സായുജ്യ പൂജ നൽകുകയും ചെയ്തു. അപ്പോൾ ഇത് വളരെ വിചിത്രമായിരിക്കുന്ന അനുഭവമായിട്ട് തോന്നി. അതുകൊണ്ട് ഒരുപക്ഷെ എൻ്റെ മാനസികമായിരിക്കുന്ന വിഭ്രാന്തിയാണോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അത് അവിടം കൊണ്ട് നിന്നില്ല എന്ന്. പിന്നീട് അതേപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് ഇതേപോലെ തന്നെ ഞാൻ ഇരിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ ഇതേപോലെ ഭാഗവത സപ്താഹം നടത്തുമ്പോൾ വിളക്ക് കൊളുത്താനായിട്ട് ഞാൻ ആ വിളക്ക് ഇങ്ങനെ ദീപം ഇങ്ങനെ കൊളുത്താൻ കാണിക്കുന്ന സമയത്ത് യാദൃച്ഛികമായിട്ട് നിലവിളക്ക് നേരെ താഴത്ത് മറിഞ്ഞു വീടും. മറ്റൊരു സ്ഥലത്ത്, കോട്ടയം ജില്ലയിലെ ഒരു സ്ഥലത്താണ് അത് സംഭവിച്ചത്. അതേപോലെ തന്നെ വേറൊരു സ്ഥലത്ത്, എറണാകുളം ജില്ലയിലെ വൈപ്പിങ്കരയിലെ ഒരു സ്ഥലത്ത്, അപ്പോൾ അവിടെ ആവാഹനമില്ല, ഒന്നുമില്ല. അവിടെ നേരെ ഭാഗവത സപ്താഹം നടത്താനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ സപ്താഹം നടത്തുമ്പോൾ അതിന് സമീപത്തുള്ള വീട്ടിലാണ് ഞാൻ താമസിച്ചത്. അപ്പോൾ വീടിൻ്റെ 2-ാം നിലയിലാണ് ഞങ്ങൾക്ക് താമസം ഒരുക്കിയത്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നേരെ എൻ്റെ കാല് രണ്ടും കൂട്ടിപ്പിടിച്ചിട്ടിങ്ങനെ ഒരാൾ വട്ടം കറക്കുന്നതായിട്ട് തോന്നി. ആളെ കാണാനറിയില്ല, പക്ഷേ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഞാനിങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു എന്നാണ്. എൻ്റെ 2 കാലും കൂട്ടിപ്പിടിച്ചിങ്ങനെ വട്ടം കറക്കി ഇങ്ങനെ നിലത്തേക്ക് വലിച്ചടിക്കാനായിട്ട് ഓങ്ങുന്ന വിധത്തിൽ ഇങ്ങനെ വലിച്ചിങ്ങനെ ഹാമർ ത്രോയിൽ ഹാമർ എങ്ങനെയാണോ വട്ടം ചുഴറ്റുന്നത് അതേപോലെ നേരെ ചുഴറ്റുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ പാരായണത്തിന് എൻ്റെ കൂടെ വന്ന സഹോദരി ലതയെ ഞാൻ വിളിച്ചു. അപ്പോൾ ലത പറഞ്ഞു, അതൊരു പക്ഷേ ഷുഗർ കുറഞ്ഞു പോയതായിരിക്കാം, ഇൻസുലിൻ എടുത്തല്ലേ കിടന്നത്. അപ്പോൾ താഴെ പോയി പഞ്ചസാര കൊണ്ടുവന്നു. പക്ഷേ അതുകൊണ്ടുപോലെ വീണ്ടും അത് ആവർത്തിച്ചു എന്നാണ്. അപ്പോൾ അത് 2 ദിവസങ്ങളിൽ ആവർത്തിച്ചു. അപ്പോൾ ആ സമയത്താണ് ലത അവിടുത്തെ സ്ത്രീയോട് ചോദിച്ചു, ഇവിടെ ആരെങ്കിലും ദുർമരണം സംഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ അവരുടെ തൊട്ടപ്പുറത്തുള്ള പറമ്പിൽ, ആ പറമ്പാണ് അവർ വാങ്ങിച്ച് വീട് വെച്ചത്, അവിടെ ഒരാൾ ഇവരുടെ തന്നെ ബന്ധത്തിൽപ്പെട്ട ഒരു അമ്മാവൻ തൂങ്ങി മരിച്ചിട്ടുണ്ട്. അതിൻ്റെ കർമ്മങ്ങളൊന്നും വേണ്ട പോലെ ചെയ്തിട്ടില്ല, അത് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നാണ് നേരെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ 2ാമത്തെ അനുഭവം ഉണ്ടായി. അതേപോലെ ഒരിക്കൽ കോഴിക്കോട് ജില്ലയിലെ വള്ളിക്കുന്നിൽ അവിടെ ഉള്ളതായിരിക്കുന്ന സ്ഥലത്ത് ഞാൻ അവിടെ ദേവീ മാഹാത്മ്യം വായിക്കാനായിട്ടാണ് ചെന്നത്. കാരണം അവിടുത്തെ പെൺകുട്ടിയുടെ വിവാഹങ്ങൾ നടക്കുന്നില്ല, തടസ്സങ്ങൾ വരണു. അപ്പോൾ ദേവീ മാഹാത്മ്യം സമ്പൂർണ്ണമായിട്ട് വായിച്ചാൽ തടസ്സങ്ങൾ നീങ്ങും എന്നുള്ളത് കൊണ്ട് ദേവീ മാഹാത്മ്യം സമ്പൂർണ്ണമായിട്ട് വായിക്കാൻ തീരുമാനിച്ചു. അതനുസരിച്ചിട്ട് ഞാൻ നേരെ അവിടെ ചെന്ന് വായിച്ചു. അപ്പോൾ ദേവീ മാഹാത്മ്യം വായിച്ചു കഴിഞ്ഞ് ഞാൻ അവിടെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്താണ് ജനൽക്കൽ ഒരു സ്ത്രീ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ കണ്ണു തുറന്ന് നോക്കി. സാധാരണ ദേവീ മാഹാത്മ്യം വായിക്കുമ്പോൾ ദേവീ മാഹാത്മ്യം എൻ്റെ തലയിണയുടെ ചൂട്ടിലുണ്ടാവും. അങ്ങനൊരു വിശ്വാസമുണ്ട്, ദേവീ മാഹാത്മ്യം ഉള്ളപ്പോൾ ആരും ഒന്നും ഉപദ്രവിക്കില്ല എന്നുണ്ട്. അതുകൊണ്ട് മുൻ അനുഭവങ്ങളുള്ളത് കൊണ്ട് ഞാൻ ദേവീ മാഹാത്മ്യം തലയിണയുടെ ചുവട്ടിൽ വെച്ചാണ് കിടന്നത്. അപ്പോൾ ജനലിൽ ആരോ ഒരു സ്ത്രീ വന്ന് നിൽക്കുന്നതായിട്ട് തോന്നി. കുറേ നേരം ഞാൻ അനങ്ങാതെ കിടന്ന് പതുക്കെ കണ്ണു തുറന്ന് നോക്കി. അപ്പോൾ കാറ്റത്ത് ജനൽ കർട്ടൻ ഇങ്ങനെ ആടുന്നുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ട് തോന്നിയതായിരിക്കാമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. പിറ്റേ ദിവസം രാവിലെ അകാരണമായിട്ട് യാദൃച്ഛികം എന്ന് തന്നെ പറയാം, ബാത്റൂമിലേക്ക് പോകുമ്പോൾ എൻ്റെ കാല് തട്ടി ചോര നന്നായിട്ട് പൊടിഞ്ഞ് ചോര ഒഴുകാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ നേരെ അത് തന്നെ കെട്ടിവെച്ചു. പക്ഷെ ചോര നന്നായിട്ട് പോയി. തിരിച്ച് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ അവിടുത്തെ ഗൃഹനാഥനോട് ചോദിച്ചു, എൻ്റെ സുഹൃത്തായിരിക്കുന്ന കോമളനോട് ചോദിച്ചു, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, പണ്ട് അവരുടെ കാരണവരായിരിക്കുന്ന ഒരാൾ, അദ്ദേഹം പോലീസിലായതുകൊണ്ട് നല്ല പ്രതാപിയായിരുന്നു, അദ്ദേഹത്തിൽ നിന്ന് ഗർഭിണിയായിരിക്കുന്ന ഒരു സാധു സ്ത്രീ, ഒരു വീട്ടുവേലക്കാരിയാണെന്ന് തോന്നുന്നു, അവർ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് ഈ ഞാൻ താമസിച്ച വീടിൻ്റെ മുൻഭാഗത്തുള്ളതായിരിക്കുന്ന നേരെ ചെടികളുടെ അവിടെ വെച്ചിട്ടാണ് അവർ പ്രസവിച്ചത്. പ്രസവിച്ച ഉടനെ അവർ മരിച്ചു. കുട്ടി ആരും എടുത്തുകൊണ്ട് പോയി, കുട്ടിയുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ പലപ്പോഴും അവിടെ ഗർഭം ധരിച്ചു കഴിഞ്ഞിട്ട് അവർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവരെ നേരെ താഴത്തേക്ക് വീഴും, ഗർഭാലസിപ്പോവും. ഈ പറഞ്ഞ പെൺകുട്ടിയുടെ വിവാഹം അത് കഴിഞ്ഞിട്ട് നടന്നു. അത് കഴിഞ്ഞിട്ടും യാതൊരു കാരണമില്ലാതെ എല്ലാം സുരക്ഷിതമായിട്ട് നടന്നിട്ട് പോലും ഗർഭം 3 മാസം കഴിഞ്ഞിട്ട് അലസിപ്പോയി എന്നാണ്. അപ്പോൾ അവിടെ ആ സ്ത്രീയുടെ
സാന്നിധ്യം അവിടെ അനുഭവപ്പെട്ടു. അവർക്ക് വേണ്ടത് രക്തമായിരുന്നു. എൻ്റെ കാലിൽ നിന്ന് രക്തം പൊടിയുകയും ചെയ്തു. അത് പൂർണ്ണമായിട്ട് അവിടെ നിന്ന് പോയോ എന്ന് എനിക്കൊന്നും അറിയില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു കോഴിക്കോട് ജില്ലയിലെ കക്കോടി ഭാഗത്ത് നേരെ ഒരു സപ്താഹത്തിന് പോയി, ഒറ്റത്തെങ്ങിൽ. അപ്പോൾ ആ സപ്താഹത്തിന് പോയ സമയത്ത് നല്ല മഴ, അവിടെ മുഴുവൻ വെള്ളം. അത് കഴിഞ്ഞ് മാറി, തടസ്സങ്ങളൊക്കെ മാറി സപ്താഹം ആരംഭിച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ മൈക്കിന് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം. അപ്പോൾ ഞാൻ വിചാരിച്ചു മൈക്കുകാരൻ അത് സ്വാഭാവികമായിട്ടുണ്ടാക്കുന്നതാണ്, അവൻ ചില പ്രശ്നങ്ങളെ കൊണ്ടുണ്ടാക്കുന്നതായിരിക്കാം എന്ന് പറഞ്ഞ് അവനെ വഴക്ക് പറഞ്ഞു. ചില സമയത്ത് നമ്മൾ വളരെ ഗൗരവപ്പെട്ടതായിരിക്കുന്ന കഥാഭാഗം പറയുമ്പോൾ മൈക്ക് വർക്ക് ചെയ്യില്ല, അപ്പോൾ ദേഷ്യം വരും. അപ്പോൾ അകാരണമായിരിക്കുന്ന ദേഷ്യം എന്നിലിങ്ങനെ വരാനായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ വെറും ദേഷ്യം വഴക്ക് പറയൽ മാത്രമല്ല, എനിക്ക് മൈക്ക് എടുത്തിട്ട് അവൻ്റെ തലയ്ക്കടിക്കണം, അവൻ്റെ തലയിൽ നിന്ന് ചോര വരണത് കാണണമെന്നൊരു, രക്തം കാണാനുള്ള ആഗ്രഹം എന്നിൽ വരാൻ പാടില്ലാത്തതാണ്. കാരണം നേരെ സപ്താഹമാണ്, ഭാഗവതമാണ്, ആചാര്യസ്ഥാനത്തിരിക്കുന്ന സാത്വികനാകേണ്ടതാണ്. പക്ഷെ എന്നിലെന്തോ വളരെ വലുതായിരിക്കുന്ന ഒരു രക്തദാഹം കണ്ട് രക്തം കാണണം, അപ്പോൾ അടിച്ച് തല പൊട്ടിക്കണം എന്നുള്ള വിചാരത്തോടുകൂടി 2-3 പ്രാവശ്യം ഞാൻ എഴുന്നേറ്റു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കനകൻ എന്നുള്ള എൻ്റെ സഹായി എന്നെ പിടിച്ചിരുത്തി. അവന് കാര്യം മനസ്സിലായി. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഒരു ദേവീ ഭാഗവത നവാഹത്തിൽ മുഴുവനും ദുർഗാ ഭഗവതിയെ ഞാൻ നവാക്ഷരീ മന്ത്രം കൊണ്ട് പൂജിച്ചു. 9000 ഉരു നവാക്ഷരീ മന്ത്രം ജപിച്ച് ദുർഗയെ പൂജിച്ചപ്പോഴാണ് ഞാൻ ശാന്തനായതും എൻ്റെ ആവേശിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്ന ബാധ ഒഴിവായിപ്പോയതും. അപ്പം ഇങ്ങനെ നിരവധി അനുഭവങ്ങൾ പലപ്പോഴും ഉള്ളത് കൊണ്ടാണ് നമ്മൾ കാണപ്പെടാത്തതായിരിക്കുന്ന, അറിയപ്പെടാത്തതായിരിക്കുന്ന ശക്തികളുണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ സംശയിക്കുന്നു. അതിനെ വിവരിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. ഇത് പല സമയത്തും നമുക്ക് അനുഭവപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് പലപ്പോഴും നേരെ ഓരോരോ കാര്യങ്ങൾക്ക് പോകണ സമയത്ത് ചില സ്ഥലങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് എന്ന് പറയാം, നിഷേധാത്മകമായിരിക്കുന്ന ഒരു അന്തരീക്ഷം പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചിങ്ങനെ സൂക്ഷ്മമായിട്ട് ചിന്തിക്കുമ്പോൾ അത് മനസ്സിൻ്റെ വെറും വിഭ്രാന്തിയാണെന്നേ എല്ലാവരും പറയുള്ളൂ. മനഃശാസ്ത്രകാരന്മാർ മനസ്സിന് എത്ര ഭാവങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ കോടാനുകോടി ഭാവങ്ങൾ മനസ്സിലുണ്ട്. അതിലെ ഏതെങ്കിലും ഒരു വിഭ്രാന്തി അല്ലെങ്കിൽ ഒരു തോന്നൽ ഉയർന്നു വരുമ്പോഴാണ് മനസ്സ് ആ തരത്തിലേക്ക് ചിന്തിക്കുന്നത്. സമീപകാല സിനിമകളുമെല്ലാം അങ്ങനെയാണല്ലോ കാണിക്കുന്നത്. അതാണ് നേരെ സൈക്കോളജിക്കൽ ഒരു ചികിത്സയുടെ വിധഭാഗമായിട്ട് പറയാറുള്ളത്. അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്താണ് അങ്ങനെ ചില തോന്നലുകൾ നമുക്കുണ്ടാകുന്നുണ്ട്. അതവരുടെ സാന്നിധ്യമാണോ എന്നുള്ളതൊക്കെ നമുക്കിന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ അനുഭവങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ശുദ്ധമല്ലാത്തതായിരിക്കുന്ന ആത്മാക്കൾ അല്ലെങ്കിൽ പ്രേതശുദ്ധി വരുത്താത്തതായിരിക്കുന്ന ആത്മാക്കളുടെ സാന്നിധ്യം കൊണ്ട് ഗ്രഹത്തിൽ അമംഗളങ്ങൾ നടക്കുന്നു എന്നുള്ളത് സത്യമാണ്. പല ഗ്രഹങ്ങളും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും ഫലവത്താകാത്തതിൻ്റെ കാരണം ഈ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ നിഷേധാത്മക ചൈതന്യം അവിടെ കുടികൊള്ളുന്നതാണ് കൊണ്ടാണ് എന്നത് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെന്താണ് പോംവഴി? ഈ ചെലവേറിയതായിരിക്കുന്ന പൂജയും ആവാഹനവും അതേപോലെയുള്ളതായിരിക്കുന്ന കർമ്മകാണ്ഡത്തിലെ കുറേയധികം കാര്യങ്ങൾക്ക് എന്താ ഒരു പോംവഴി? ഒരു പോംവഴി മാത്രമേ ഉള്ളൂ എന്നാണ് അതിൽ പറയാൻ കാര്യം. എപ്പോഴും ഗ്രഹത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യണം. സൽക്കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ പൂജകൾ മാത്രമല്ലാണ്. സൽക്കർമ്മങ്ങളിൽ ശ്രവണം, കീർത്തനം, സ്മരണം, ഇതാണ് സൽക്കർമ്മം. അതുകൊണ്ട് പൂജകൾ ചെയ്യുക, പൂജിക്കുക, അതോടൊപ്പം തന്നെ ഉത്തമമായിരിക്കുന്ന ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ശ്രീമദ് ഭാഗവതം, ശിവമഹാപുരാണം, അതേപോലെ ദേവീ ഭാഗവതം, ത്രിമൂർത്തികളാണല്ലോ നമുക്ക് പ്രധാനപ്പെട്ട പറയുന്നത്. അപ്പോൾ ശൈവ, ശാക്തേയ, വൈഷ്ണവ സിദ്ധാന്തങ്ങളെ, ശക്തികളെ ആരാധിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങൾ വായിക്കുകയും ആ ഗ്രന്ഥദേവതയെ പൂജിച്ചാൽ മതി. ഈ തരത്തിലുള്ള നിഷേധാത്മകമായിരിക്കുന്ന ചൈതന്യങ്ങളെ നമുക്ക്, നിഷേധാത്മകമായിരിക്കുന്ന ചൈതന്യം എന്ന് പറയാൻ സാധിക്കില്ല, നിഷേധാത്മകമായിരിക്കുന്ന ആ ശക്തികളെ നമുക്ക് മാറ്റാൻ ഇതാണ് പോംവഴി കലികാലത്ത്. അതാണ്
കലികാലത്തിൽ നേരെ ശ്രവണം, കീർത്തനം, ധ്യാനം ഹരേരത്ഭുതകർമ്മണഃ എന്ന് പറയാനും, അതേപോലെ ആധ്യാത്മിക തൃകമെന്ന് ശിവമഹാപുരാണത്തിൽ ശ്രവണം, അതേപോലെ പിന്നീട് കീർത്തനം, പിന്നീട് സ്മരണം, ഈ 3 കാര്യങ്ങളാണ് വേണ്ടത് എന്ന് പുരാണങ്ങൾ പറയുന്നു. അപ്പം അതുകൊണ്ട് എപ്പോഴും ഗ്രഹങ്ങളിൽ ഇത്തരത്തിലുള്ള അത് നേരെ ഹൈന്ദവ ഗ്രന്ഥങ്ങൾ തന്നെ വേണമെന്നില്ല. മറ്റ് മതസ്ഥർക്ക് അവരുടേതായിരിക്കുന്ന ആരാധനാ സമ്പ്രദായങ്ങളുണ്ട്. അപ്പോൾ നിസ്കാരങ്ങൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും വീടുകളിൽ നിസ്കരിക്കാറുണ്ട്. അവർ ഇസ്ലാം മതവിഭാഗത്തിൽ അവർ ആരാധന ചെയ്യാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ക്രൈസ്തവർ പള്ളിയിൽ പോയില്ലെങ്കിലും രാത്രി അത്താഴത്തിന് മുമ്പ് നേരെ കിടക്കുന്നതിന് മുമ്പായിട്ട് നേരെ പ്രാർത്ഥന എത്തിക്കുക എന്നൊരു ചടങ്ങുണ്ട്. പ്രാർത്ഥന ചൊല്ലിയിട്ട് കഴിക്കുന്നതായിരിക്കുന്ന ക്രൈസ്തവ ഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അവിടെ ശാന്തിയും സമാധാനമൊക്കെ ഉണ്ടാവും. ഹൈന്ദവ ഗ്രഹങ്ങളിൽ അതില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളതായിരിക്കുന്ന നിഷേധാത്മകമായിരിക്കുന്ന ഊർജം, നിഷേധാത്മകമായിരിക്കുന്ന ബാധകൾ നമ്മളെ ബാധിക്കുന്നത്. അതുകൊണ്ട് കലികാലത്ത് എപ്പോഴും നേരെ ഈശ്വരസംബന്ധിയായിരിക്കുന്ന ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക, ആ ഗ്രന്ഥദേവതയെ ഒരു വിളക്കിൽ നേരെ കണ്ട് ആരാധിക്കുക, അത് ആവശ്യമാണ്. അത് ഏകാഹമായിട്ടോ ഒരു ദിവസം കൊണ്ട് സമർപ്പിക്കുന്ന ഏകാഹമായിട്ട് നാരായണീയമായിട്ടോ, അതല്ലെങ്കിൽ 7 ദിവസം കൊണ്ടുള്ള സപ്താഹമായിട്ടോ, 9 ദിവസത്തെ നവാഹമായിട്ടോ, 11 ദിവസം കൊണ്ട് തീരുന്ന ഏകാദശാഹമായിട്ടോ നിർവഹിക്കാവുന്നതാണ്. അത് ആണ് നമ്മുടെ മാനസിക വിഭ്രാന്തിയാണെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ശാശ്വത സമാധാനത്തിനും ശാന്തിക്കും ഐശ്വര്യത്തിനും നിർവഹിക്കാനുള്ളത് എന്നാണ് ഈ ചെറിയ ഒരു വിശദീകരണം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ദുർഗാം ദേവീം ശരണമഹം പ്രപദ്യേ. ഓം നമഃ ശിവായ.